ഒരു ഫേക്ക് ഫ്രണ്ടും ഉണ്ട് ആളുടെ ഒപ്പം. ഫേക്കാണ്, പക്ഷെ ഇവനെ കൊലക്ക് കൊടുക്കാൻ നടക്കണേണ്. നിന്റെ ഫ്രണ്ട്സിനെ ആരെങ്കിലും അറിയോ? ഫ്രണ്ട്സിനെ നമുക്കറിയില്ല. പക്ഷെ പോട്ടെ, ഇപ്പൊ എന്തായാലും മുബാറക്കിന്റെ അടുത്ത് സോറി പറഞ്ഞു എന്നോട് പറഞ്ഞിരുന്നു. ഒരു കയ്യബദ്ധം നാറ്റിക്കരുത്. ഒരു പാവപ്പെട്ടവനെ റിങ്ങിലിട്ട് ഓടിച്ച് തല്ലുന്ന പോലെ തല്ലി കൂട്ടിയിട്ട് വഴി പോണ ഒരു പയ്യനെ എന്ത് ചെയ്ത് തല്ലി ചതച്ചിട്ടുള്ളതല്ല. ഇപ്പൊ ഞാൻ പിടിച്ചോടുന്ന്, ഞാൻ പൈസ കൊടുത്തിട്ട് ഞാനും മോനെ ബിരിയാണി മേടിച്ചാൽ ഈ ഒന്ന് ഫൈറ്റ് എന്ന് പറഞ്ഞ ആളല്ല. അവന്റെ ഇഷ്ടപ്രകാരം അവൻ ഫൈറ്റിന് ഇറങ്ങിയിട്ടുള്ള ഒരു ഒപ്പോണന്റ് ആണ്. റിങ്ങില് നമ്മളെ ഒപ്പോണന്റിനെ ഫൈറ്റ് ചെയ്തിട്ടാണ് നമുക്ക് വിൻ ചെയ്യാൻ പറ്റുള്ളൂ. അല്ലാണ്ട് ഇതൊരു പാവം പയ്യനാന്ന് പറഞ്ഞിട്ട് നമുക്കൊരു ഉമ്മ കൊടുക്കാൻ പറ്റുമോ? ഇഷ്ടം പോലെ സെയിം കാറ്റഗറി വെയിറ്റ് കാറ്റഗറിയിലുള്ള പിള്ളേർ ഇഷ്ടം പോലെ ഉണ്ട്. പണി അറിയാവുന്ന പിള്ളേര് എന്റെ ക്ലബിൽ നിന്ന് വേണോ? നിങ്ങൾ ആ ക്ലബിലുള്ള ആളാണ്? ആ ക്ലബിലുള്ള. അപ്പൊ നിങ്ങളുടെ ക്ലബ്ബ് നടത്തിയ പരിപാടിയാണത്? പരിപാടിയാണ്. പക്ഷെ എന്തുകൊണ്ട് അപ്പൊ ഇവരൊന്നും ഈ വെയിറ്റ് കാറ്റഗറി ഉള്ളവരൊന്നും അന്ന് ചാമ്പ്യൻഷിപ്പിന് ഇറങ്ങിയില്ല? ഒരു ഒപ്പോണന്റ് കിട്ടിയുള്ളൂ. എനിക്ക് വീക്ക് ഒപ്പോണന്റ് കിട്ടി, ഞാൻ എന്ത് ദ്രോഹം ചെയ്തു? കിട്ടേണ്ടതൊക്കെ കിട്ടിയല്ലോ, സമാധാനമായല്ലോ, ഇനി സ്വസ്ഥമായിട്ട് വണ്ടി റോഡിൽ പോട്ടെ. അപ്പൊ ഈ കണ്ട വ്യക്തത ഇല്ലാണ്ട്, എന്നെ കുറിച്ച് വ്യക്തത ഇല്ലാതെ പറഞ്ഞ് എന്റെ ഫ്രണ്ട്സിനെ കുറിച്ചും എന്നെ കുറിച്ചും പറഞ്ഞ സ്റ്റേറ്റ്മെന്റ്സ് കറക്റ്റ് ക്ലാരിഫിക്കേഷൻ. എന്നെ എന്തിനാണ് ഈ ആളായിട്ട് ഒരു പേഴ്സണൽ ഇഷ്യൂ ഇല്ല, സത്യം പറഞ്ഞ ആളെ അറിയ പോലും ഉണ്ടായിരുന്നില്ല. അപ്പൊ ഇങ്ങനെ ഒരാള്, എന്നെ പോലെ ഒരു പരിചയമില്ലാത്ത ഒരാള് എന്റെ ഫ്രണ്ട്സിനെ കുറിച്ച് എന്നെ കുറിച്ച് ഇങ്ങനെ ടാർഗറ്റ് ചെയ്യണമെങ്കിൽ എന്താണ്, ഇതിലാളെ എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടോ എന്ന് വിളിച്ച് കറക്റ്റ് ആളെടുത്ത് നേരിട്ട് ചോദിക്കേണ്ടതാണ്. എന്ത് ചെയ്ത് എന്റെ ഒരു എന്തെങ്കിലും ഉണ്ടെങ്കിൽ നേരിട്ട് ചോദിക്കണം. വെറുതെ ഇപ്പൊ ഞാൻ സോഷ്യൽ മീഡിയ ആളെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ഡയറക്റ്റ് ആൾക്ക് എന്നെ ഫോൺ വിളിച്ച ആളെ നമ്പർ ഞാൻ ഒപ്പിച്ചിട്ടുണ്ട്. അപ്പൊ ആൾക്ക് എന്നെ ഞാൻ ഇപ്പൊ വിളിക്കാൻ പോവാണ്. വിളിച്ചിട്ട് ഞാൻ കാര്യങ്ങൾ കറക്റ്റ് ആയിട്ട് ഞാൻ ചോദിക്കാൻ പോവാണ്. ഹലോ ഹലോ ഹലോ, ചെങ്കീസ് ഖാൻ അല്ലേ? അതെ, ഞാൻ മണവാളനാണ്. ഹലോ ഹലോ ഹലോ, കേൾക്കുന്നുണ്ട്. മണവാളനാണ്. ഞാൻ നിങ്ങളൊരു ഇന്റർവ്യൂ കണ്ടിരുന്നു. അപ്പൊ അതില് കുറച്ച് കാര്യങ്ങൾ കേട്ടപ്പോ അതിന്റെ ഒരു ക്ലാരിഫിക്കേഷൻ എന്താന്ന് തന്നെ നിങ്ങൾ പറയാൻ കാരണം ചോദിച്ചറിയാനായിരുന്നു. നിങ്ങളിപ്പോ നിങ്ങളുടെ അടുത്ത് ഏതൊരു ഫ്രണ്ട് വന്ന് എന്തോ പറഞ്ഞുവെന്നോ, എന്തോ നിങ്ങളുടെ അടുത്ത് എന്റെ ഒരു ഫ്രണ്ട് വന്ന് പറഞ്ഞു എന്തോ തീർക്ക്. പിന്നെ അതിന്റെ പിന്നിൽ തന്നെ പറയണു ഏത് എന്റെ കൂടെയുള്ള ഒരു ഫ്രണ്ട് ഫേക്ക് ആണ്, ഏത് ഒരു താടി വെച്ചിട്ടുള്ള ഒരു ഫ്രണ്ട് ഫേക്കാന്ന് പറയുന്നു. അപ്പൊ പലരും എനിക്കിത് ഒരു റീൽ കട്ടിങ്സ് അയച്ചെന്നിരുന്നു ആ പേജ് ഇട്ടത്. ഏത് ഇപ്പൊ എന്റെ ഫ്രണ്ട് ഫേക്ക് ആണെന്ന് പറയണതൊക്കെ ഏത് ഇപ്പൊ മുബാറക്കിനാണോ ഉദ്ദേശിച്ച്? മുബാറക്കാണോ? ഏതാ ഏത് ആൾക്ക് ക്ലാരിറ്റി കൊടുത്തു, സംഭവം ഓക്കെയാണ്. പക്ഷെ നിങ്ങൾ പറയുമ്പോ പലർക്കും ഇപ്പൊ കാണുന്നവർക്ക് ഓഡിയൻസ് പലരും കാണുന്നവര് വിചാരിച്ചേക്കണം എന്താ വെച്ചിട്ടാ, മുബാറക്ക് വന്നിട്ട് നിങ്ങളുടെ അടുത്ത് പറഞ്ഞേക്കാണ് ഏത് എന്നെ റിങ്ങിലിട്ട് നിങ്ങൾ എന്ത് ചെയ്ത് ഏത് തീർക്കണം എന്ന് നിങ്ങൾ പറഞ്ഞു. ആ കണ്ടേക്കണത് മുബാറക്കല്ല. നിങ്ങളാ ഇപ്പൊ നമുക്ക് നല്ല ജെന്യൂൻ ആയിട്ട് നിൽക്കുന്ന ഫ്രണ്ട്സ് ഉണ്ടാവും, ഫേക്ക് ആയിട്ട് ഫ്രണ്ട്സ് ഉണ്ടാവും. അല്ലെങ്കിൽ എന്റെ അടുത്ത് എന്തെങ്കിലും കിട്ടാന് റീച്ച് ആവാനൊക്കെ പലരും വരുന്നുണ്ട്. അപ്പൊ അങ്ങനെയുള്ള ആരെങ്കിലും ഒരാൾ വന്ന് പറഞ്ഞിട്ടുണ്ടായിരിക്കാം. പക്ഷെ ഇത് ഇങ്ങനെ പറയുമ്പോ എനിക്ക് ഇത് മാത്രല്ല, എനിക്ക് 2-3 ഇപ്പൊ ഇന്റർവ്യൂ കണ്ടതിൽ എനിക്ക് കുറച്ച് കാര്യങ്ങൾ കൂടി എന്ത് ചെയ്ത് ജസ്റ്റ് കാര്യങ്ങൾ ഇങ്ങനെ ചോദിക്കാണ്ട് എനിക്ക് എവിടുന്നാണ് ആ സോഴ്സസ് കിട്ടി എന്ന് അറിയാനായിരുന്നു. അതിൽ ഫസ്റ്റ് പോയിന്റ് തന്നെയാണ് ഇത്. ഏത് ഇപ്പൊ എന്റെ ഒരു ഫ്രണ്ടിനെ എന്തായാലും മുബാറക്കായിട്ട് ഞാൻ സംസാരിച്ചിട്ടുണ്ട്. അങ്ങനെ ആ ഒരു രീതിയിലുള്ള ഒരാളല്ലാതെ അവനും ക്ലിയർ ചെയ്തിട്ടുണ്ട്. ഉണ്ട്, അവൻ അങ്ങനെയുള്ള ഒരാളല്ല. പക്ഷെ അത് ആയിട്ട് നമുക്ക് അപ്പൊ നമ്മുടെ കൂടെ ജെന്യൂൻ ആയി നിൽക്കണവരെയാണ് അത് ഏറ്റവും എഫക്ട് ചെയ്യണത്. ഇപ്പൊ ഫേക്ക് ആയിട്ട് നിൽക്കുന്നവരുണ്ടാവും, ജെന്യൂൻ ആയിട്ട് നിൽക്കുന്നവരുണ്ടാവും. ഇപ്പൊ ഇവര് കാണുമ്പോ വിഷമം പറയണെന്ന് വെച്ചാൽ ഇപ്പൊ നമ്മളൊക്കെ ഫേക്ക് ആണോ എന്നത് ഇങ്ങനെയാണ്. ഇപ്പൊ നിങ്ങളൊരു ഒരു ഇത് പറയുമ്പോ, ഒരു കാര്യം പറയുമ്പോ അതിൽ എത്രത്തോളം വാസ്തവം ഉണ്ട് നിങ്ങളൊന്ന് എന്ത് ചെയ്ത്, നിങ്ങൾക്ക് ജസ്റ്റ് നിന്റെ ഫ്രണ്ട്സിനെ ആരെങ്കിലും അറിയോ? അല്ല, നിങ്ങളുടെ ഫ്രണ്ട്സിനെ നമുക്കറിയില്ല. പക്ഷെ ഞാൻ പറയില്ല, ഒരു ആളെ തല്ലുമ്പെന്ന് വെച്ചാൽ അവനൊരു കഴിവുള്ള ഒരാളായിരുന്നു കുഴപ്പമില്ല. അല്ല, ഞാൻ അടുത്ത ആ ഒരു കാര്യം കൂടി പറഞ്ഞിരുന്നു. നിങ്ങൾ എന്ത് ചെയ്ത് എന്നപ്പോ അത് പോട്ടെ. ഇപ്പൊ എന്തായാലും മുബാറക്കിന്റെ അടുത്ത് സോറി പറഞ്ഞു എന്നോട് പറഞ്ഞിരുന്നു. ഏത് അത് ക്ലാരിറ്റി സോറി ഒന്നും പറഞ്ഞിട്ടൊന്നുമില്ല, പൊരുത്തപ്പെട്. ഞാനിപ്പോ നിങ്ങളുടെ അടുത്ത് തല്ലുണ്ടാക്കാൻ അടി ഉണ്ടാക്കാനുള്ള രീതിയിലല്ല സംസാരിക്കുന്നത്. നിങ്ങൾ എന്നെ കുറിച്ച് പറഞ്ഞ കുറച്ച് നിങ്ങൾ ചലഞ്ച് ചെയ്യണൊക്കെ ഓക്കെ. നിങ്ങൾക്ക് ഇപ്പൊ ചലഞ്ച് ചെയ്യാം. ചെറിയ കുട്ടി മുതൽ കേരളത്തില്
ഒരുപാട് പേര് ചലഞ്ച് ചെയ്തിട്ടുണ്ട്. അതൊക്കെ എന്ത് ചെയ്ത് സ്പോർട്സ്മാൻ സ്പിരിറ്റിൽ എടുത്തിട്ടുള്ളൂ, ഞാൻ ആ രീതിക്ക് തന്നെ എടുത്തിട്ടുള്ളൂ. പലരും ചലഞ്ച് ചെയ്തിട്ടുണ്ട്. പക്ഷെ നിങ്ങള് പറഞ്ഞ ഇതുപോലെ ആരും ഇരുന്നിട്ട് പറഞ്ഞിട്ടില്ല. ഒരു ഇന്റർവ്യൂല് ഇരുന്നിട്ട് നിങ്ങള് ഇതെന്താ സംഭവം അറിയോ, ഇതിപ്പോ നിലവില് ഒരാളിയൻ എന്നെ ഇങ്ങനെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അത് ആരാണെന്നോ എന്താണെന്ന് ഞാൻ എന്തായാലും പറയില്ല. എനിക്കത് അറിയാൻ വേണ്ട, എനിക്കത് അറിയണ്ട. നിന്റെ വേണ്ടപ്പെട്ട യൂട്യൂബ് ലോകത്തുള്ള ഒരാളാണ്. എനിക്കത് അറിയും വേണ്ട, എനിക്ക് സംഭവമൊക്കെ അറിയാം. എന്താണ് ഒരാള് എന്നെ എന്റെ റീച്ചും എന്റെ ഇത് കണ്ടിട്ട് ഒരാൾ വന്നിരുന്നു. അത് അനുസരിച്ചിട്ട് എന്ത് ചെയ്തൊന്നും കിട്ടണില്ല നമ്മൾ പറഞ്ഞേക്കും ചെയ്തിരുന്നു ആളെന്നെ. അത് ആരാന്നൊക്കെ അറിയാം, വന്നത് നിങ്ങൾ സംസാരിച്ചതൊക്കെ ആരാന്നൊക്കെ അറിയാം. അല്ല നിങ്ങളിപ്പോ ഒരു കാര്യം പിന്നെ ആ ഇന്റർവ്യൂവിൽ തന്നെ ഇരുന്ന് പറഞ്ഞിരുന്നു, ഏത് ഒരു പാവം പയ്യനെ എന്ത് ചെയ്ത് ഇടിച്ച് ചതച്ചു എന്നുള്ള ഒരു സെന്റൻസ് നിങ്ങളൊരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞിരുന്നു. ഒരു പാവം പയ്യനെ നിങ്ങള് സ്പാർട്ടൻസിലെ കോച്ചല്ലേ, നിങ്ങള് നടത്തിയ പരിപാടിയാണ്, സ്പാർട്ടൻസ് നടത്തുന്ന പരിപാടിയാണ്. ആ ഓക്കെ. അപ്പൊ ആ ഫസ്റ്റ് അത് ഞാൻ ക്ലാരിഫൈ ചെയ്യാണ്. നിങ്ങൾ നടത്തിയ പരിപാടി, നിങ്ങൾ അവിടുത്തെ കോച്ചാണ്. അപ്പൊ ഒരു പാവം പയ്യനെ ഞാനൊരു വഴി പോകുന്ന ഓക്കെ ട്രെയിനറാണ്. ഓക്കെ എന്നാ ശരി. അതെ, നിങ്ങൾ ഏതൊരു വീഡിയോയില് കണ്ടിരുന്നു നിങ്ങൾ അവിടുത്തെ കോച്ചാണ്, നിങ്ങൾക്ക് നിങ്ങളുടെ അതിൽ പിള്ളേരുണ്ട് എന്തൊക്കെ ഒരു വീഡിയോ പലരും. ഓക്കെ എന്നാ ശരി. ഓക്കെ നിങ്ങൾ അവിടുത്തെ, അപ്പൊ നിങ്ങൾ ആ ക്ലബിലുള്ള ആളാണ്. ആ ക്ലബിലുള്ള, അപ്പൊ നിങ്ങളുടെ ക്ലബ്ബ് നടത്തിയ പരിപാടിയാണത്, പരിപാടിയാണ്. ഓക്കെ. അപ്പൊ ഇപ്പൊ ഒരു പാവം പയ്യനെ തല്ലി ചതച്ചു എന്നുള്ളൊരു സ്റ്റേറ്റ്മെന്റ് ഞാൻ കേട്ടിരുന്നു. ഇപ്പൊ എന്റെ ഇപ്പോഴും റെക്കോർഡ് ഉണ്ട്, ആ വീഡിയോ ഉണ്ട്. അപ്പൊ അതില് ഞാനൊരു വഴി പോണ ഒരു പയ്യനെ എന്ത് ചെയ്ത് തല്ലി ചതച്ചിട്ടുള്ളതല്ല, എനിക്ക് കിട്ടിയ ഒപ്പോണന്റിനെയാണ് ഞാൻ എന്ത് ചെയ്ത് ഫൈറ്റ് ചെയ്തിട്ടുള്ളത്. ഇതെന്താ സംഭവം പക്ഷെ ഇതെന്താ വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതല്ല ഞാൻ പറഞ്ഞത്, നിങ്ങൾ പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് ആണ് അവൻ കിടന്ന് കാണിക്കുന്ന കണ്ടിട്ട് നമുക്ക് മനസ്സിലാവും. ഇത് ഇപ്പൊ ഞാൻ പിടിച്ചോടുന്നു, ഞാൻ പൈസ കൊടുത്തിട്ട് ഞാനും മോനെ ബിരിയാണി മേടിച്ചാൽ ഈ ഒന്ന് ഫൈറ്റ് എന്ന് പറഞ്ഞ ആളല്ല. അവന്റെ ഇഷ്ടപ്രകാരം അവൻ ഫൈറ്റിന് ഇറങ്ങിയിട്ടുള്ള ഒരു ഒപ്പോണന്റ് ആണ്. ആ പക്ഷെ നിങ്ങളപ്പോ ഈ പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് വളരെ റോങ് അല്ലേ? ഒരു പാവം പയ്യനെ തല്ലി ചതച്ചു എന്ന് പറയുമ്പോ വഴി പോണ ഒരാളെ പിടിച്ച് തല്ലി ചതച്ച പോലല്ലേ? എനിക്ക് ഈ ഒപ്പോണന്റ് ആരാന്ന് പോലും എനിക്കറിയില്ല. അപ്പൊ നിങ്ങൾ ഈ പറയുമ്പോ ഒരു ഇന്റർവ്യൂല് ഇരുന്ന് ഇങ്ങനെ പറയുമ്പോ നിങ്ങളൊരു അത്ലറ്റ് ആയിരിക്കോട്ടെ, ഇപ്പൊ നിങ്ങൾക്ക് അറിയണതാണ് ഈ കാര്യങ്ങള്. ഇപ്പൊ ഞാൻ എന്ത് ചെയ്ത് ബിരിയാണി മേടിച്ചു കൊടുക്കാന്ന് പറഞ്ഞ് കൊടുക്കുന്ന ഒരാളല്ല, ഞാൻ ഫോഴ്സ് ചെയ്ത് കൊടുന്ന ഒരാളോ അല്ല, അല്ലെങ്കിൽ വഴി പോണ ഒരാളല്ലേ തല്ലിയിട്ടുള്ളത്. എന്റെ ഒരു കോച്ചൊക്കെ ഞാൻ പഠിച്ചിട്ടുള്ള കാര്യം എന്ന് വെച്ചാൽ റിംഗില് നമ്മളെ ഒപ്പോണന്റിനെ ഫൈറ്റ് ചെയ്തിട്ടാണ് നമുക്ക് വിൻ ചെയ്യാൻ പറ്റുള്ളൂ. അല്ലാണ്ട് ഇതൊരു പാവം പയ്യനാന്ന് പറഞ്ഞിട്ട് നമുക്കൊരു ഉമ്മ കൊടുക്കാൻ പറ്റുമോ? അപ്പൊ നിങ്ങളാ പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് റോങ് അല്ലേ? ഒരു പാവം പയ്യനെ തല്ലി ചതിച്ചു ആ കാര്യം അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തത്. അല്ല ഞാൻ ഒരു കേസ് പറയട്ടെ. അപ്പൊ പിന്നെ പുറത്ത് കിടന്നപ്പോ അത്രയും കാര്യങ്ങൾ നിങ്ങൾ പറഞ്ഞതാ. ഞാൻ ഓപ്പണായി പറയാം, ഞാൻ ഒരു ഹൈപ്പർ ആക്റ്റീവ് കണ്ടന്റ് ക്രിയേറ്റർ ആണ്. ഞാൻ എന്റെ കണ്ടന്റ് ഭാഗമാണ് ഞാൻ ഉണ്ടാക്കി. ഞാൻ നിങ്ങളെ അവിടെ കുറിച്ചൊന്നല്ല പറയണത്, എന്റെ കണ്ടന്റ്സ് ആണ് അതൊക്കെ. ഓക്കെ. അത് ഞാൻ എന്റെ കണ്ടന്റ്സ് ചിലപ്പോ ഇഷ്ടപ്പെടുന്നവരുണ്ട്, ഇഷ്ടപ്പെടാത്തവരുണ്ട്, പല രീതിക്ക് എടുക്കുന്നവരുണ്ട്. ഞാനിപ്പോ അതിനനുസരിച്ച് ചലഞ്ച് ചെയ്തോ, ചലഞ്ചൊക്കെ ഞാൻ എന്ത് ചെയ്ത് നല്ല രീതിക്ക്. പക്ഷെ ഈ ഒരു സ്റ്റേറ്റ്മെന്റ് ഇപ്പൊ നിങ്ങളൊരു ഫ്രണ്ട് ഫേക്കാന്ന് പറയുന്നു, പിന്നെ അതുപോലെ തന്നെ എന്ത് ചെയ്ത് ഒരു പാവം പയ്യനെ തല്ലി ചതിച്ചെന്ന് പറയുമ്പോ റിങ്ങിലുള്ളത് നമ്മുടെ ഒപ്പോണന്റ് ആണ്. ഫ്രണ്ട് ഫേക്കാണെന്ന് പറഞ്ഞത് ഞാനും അളിയനും തമ്മിൽ അത് ക്ലാരിറ്റി വരുത്തി. ഓക്കെ, പൊരുത്തപ്പെടാൻ പറഞ്ഞു, അവനോട് പൊരുത്തപ്പെടാൻ പറഞ്ഞു. ഓക്കെ. അല്ല അവന്റെ വിഷമം മനസ്സിലാക്കണം നിങ്ങള്. അവൻ അത്രയും ജെന്യൂൻ ആയിട്ട് എന്റെ അടുത്ത് നിൽക്കുന്ന ഒരാളാ. ഓക്കെ. ഞാനിപ്പോഴും ഉണ്ട്, ഞാൻ നിങ്ങളെ ശത്രുവായിട്ട് കണ്ടിട്ടല്ല വിളിക്കുന്നത്. ഞാൻ നിങ്ങളിങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞപ്പോ അതെന്താണ് അങ്ങനെ പറയുമ്പോ അതിന്റെ ക്ലാരിഫിക്കേഷൻ. ഞാൻ പറയില്ല, എനിക്ക് നിങ്ങളോട് വ്യക്തിപരമായിട്ട് ഒരു എനിക്ക് നിങ്ങളോട് വ്യക്തിപരമായിട്ടൊരു വൈരാഗ്യമില്ല. പക്ഷെ നിങ്ങൾ എന്തുകൊണ്ട് എന്നെ ഇങ്ങനെ ടാർഗറ്റ് ചെയ്ത ഒരു ഇന്റർവ്യൂ കൊടുക്കുമ്പോ അതിൽ ആ ഇന്റർവ്യൂല് മൊത്തം എന്നെ കുറിച്ചാണ് പറയുന്നത്. അപ്പൊ ടാർഗറ്റഡ് ആയിട്ട് പോലെ എനിക്ക് ഫീൽ ചെയ്തു. കാരണം അതൊക്കെ എന്റെ കണ്ടന്റ് ആണ് ബ്രോ. എന്റെ പല ടൈപ്പ് കണ്ടന്റ്സ് ഇറങ്ങുന്നത് എന്റെ കണ്ടന്റ്സ് ആണ്. ഞാൻ ഓപ്പണായി ഞാൻ അക്സെപ്റ്റ് ചെയ്യുന്നു. അതിന് പല എന്തെങ്കിലും ചിലപ്പോൾ സൈബർ ബുള്ളിങ് ഒക്കെ എനിക്ക് കിട്ടുന്നുണ്ട്. എനിക്ക് സൈബർ ബുള്ളിങ് ഒക്കെ കിട്ടുന്നത് ഞാൻ ഓൾറെഡി അക്സെപ്റ്റഡ് ആണ് ആ കാര്യത്തില്. പക്ഷെ ഈ ഒരു സ്റ്റേറ്റ്മെന്റ് അതും തമ്മിൽ എന്താണ് ബന്ധം? ഒരു പാവം പയ്യനെ ഇടിച്ചിടുക എന്ന് പറയുമ്പോ
അവനെ ഞാൻ പിടിച്ചു കൊടുന്ന് പൈസ കൊടുത്ത് നിർത്തിയ പോലെ ഇല്ല, അല്ലെങ്കിൽ ബിരിയാണി കൊടുത്തിട്ട് ഇല്ലെങ്കിൽ വഴി പോണ ഒരു പയ്യനെ എന്ത് പിടിച്ച് തല്ലിയ പോലെയാണ് നിങ്ങൾ പറയുന്നത്. അതിന്റെ കാര്യം മനസ്സിലായില്ലേ, ഞാനത് സർക്കസമായിട്ടാണ് പറഞ്ഞത്. സർക്കസ്, പക്ഷെ ആ സ്റ്റേറ്റ്മെന്റ് സർക്കസം മാത്രമായിട്ട് കട്ട് വരുമ്പോ ഇപ്പൊ ഒരു അത്ലറ്റ് അല്ലാത്ത പബ്ലിക് ഓഡിയൻസ് ഉണ്ട്, അവര് ചിന്തിക്കുക വേറെ രീതിക്കാ. നിങ്ങളൊരു സർക്കാസ് ആയിട്ടാന്ന് പറഞ്ഞത് എനിക്ക് ഇപ്പോഴാണ് ഒരു ക്ലാരിഫിക്കേഷൻ. ഈ ക്ലാരിഫിക്കേഷന് വേണ്ടിയിട്ടാണ് ഞാൻ വിളിച്ചത്. നിങ്ങൾ സർക്കാസ് ആയിട്ടാണ് പറഞ്ഞത്, എനിക്ക് ക്ലാരിഫൈ ആയി. ഇത് കാണുന്നവര് എന്താ ചിന്തിക്കുക? പിന്നെ നിങ്ങൾ അതിൽ തന്നെ പറഞ്ഞു തന്ന ഒരു കാര്യം കൂടി, നിങ്ങളുടെ അണ്ടറിൽ തന്നെ എന്റെ വെയിറ്റ് കാറ്റഗറിയിൽ ഒരുപാട് പിള്ളേരുണ്ടായിരുന്നു, ഒരുപാട് പിള്ളേരുണ്ട്. പക്ഷെ എന്തുകൊണ്ട് അപ്പൊ ഇവരൊന്നും ഈ വെയിറ്റ് കാറ്റഗറി ഉള്ളവരൊന്നും അന്ന് ചാമ്പ്യൻഷിപ്പിന് ഇറങ്ങിയില്ല? ഇത്രയും പിള്ളേര്, നല്ല വൃത്തികളുടെ പിള്ളേര് ആ വെയിറ്റ് കാറ്റഗറി ഉണ്ടെങ്കിൽ അപ്പൊ അവരിറങ്ങിയിരുന്നെങ്കിൽ അവരാവുമായിരുന്നു എന്റെ ഒപ്പോണന്റ് കിട്ടുമായിരുന്നത്. അല്ല, അപ്പൊ ഒരു ഒപ്പോണന്റ് കിട്ടിയുള്ളൂ. എനിക്ക് വീക്ക് ഒപ്പോണന്റ് കിട്ടി, ഞാൻ എന്ത് ദ്രോഹം ചെയ്തു? എനിക്കൊരു വീക്ക് ഒപ്പോണന്റ് കിട്ടിയത് ഞാൻ എന്ത് ദ്രോഹമാണ് ചെയ്തത്? കഥ മനസ്സിലാവാത്തത്. അല്ല, ഞാനിപ്പോ നല്ലൊരു ഒപ്പോണന്റ് വെച്ചിപ്പോ ഞാൻ ഒരു കാര്യം ചെയ്തിട്ട്, ഇപ്പൊ UFC വരെ ഈ സാധനം എന്ത് ചെയ്ത് പലരും ഡാൻസ് കളിക്കുന്നു. ഇപ്പൊ അത്രയും ഇന്റർനാഷണൽ ഫൈറ്റിംഗ് പ്ലാറ്റ്ഫോം ആട്ടാ, ഡാൻസ് കളിക്കുന്നുണ്ട്, റിങ്ങിന്റെ മേലെ കയറുന്നുണ്ട്, പലരും കാണിക്കുന്നുണ്ട്. ഇന്നും കൂടി ഞാൻ കുറെ വീഡിയോസ് കണ്ടിരുന്നു. ഞാൻ മനസ്സിൽ ഷെയർ ചെയ്ത് തരണോ? ഞാൻ വേണമെങ്കിൽ ഷെയർ ചെയ്ത് തരാം. ഏത് പലരും കാണിക്കുന്നുണ്ട്. ഞാൻ അതൊക്കെ കണ്ട് ഇൻസ്പയർ ആയിട്ടാണ് ഞാൻ അതൊക്കെ കണ്ട് ഇൻസ്പയർ ആയിട്ടാണ് ഞാൻ എന്ത് ചെയ്ത് ഫൈറ്റിന് ഇറങ്ങിയത്. അതുപോലെ ഇൻസ്പയർ ആയിട്ടാണ് ഞാനത് ചെയ്തത്. പക്ഷെ എന്റെ ഏറ്റവും വലിയ മിസ്റ്റേക്ക് എന്ന് വെച്ചാൽ ഒരു വീക്ക് ഒപ്പോണന്റിന് കിട്ടി. അത് എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. നിങ്ങളതിൽ ഇത്ര അധികം നല്ല പിള്ളേരുണ്ടെങ്കിൽ നിങ്ങളെ നല്ല ഫൈറ്റേഴ്സിന് അന്ന് ആ ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുപ്പിക്കണായിരുന്നു. അതൊക്കെ അത് ഞാൻ സമ്മതിക്കുന്നു. അപ്പൊ നിങ്ങളുടെ അതിൽ അത്രയും നല്ല ഒപ്പോണൻസ് ഉണ്ടെങ്കിൽ, നല്ല ഫൈറ്റേഴ്സ് ഉണ്ടെങ്കിൽ അന്ന് ആ ചാമ്പ്യൻഷിപ്പിന് ഇറക്കണമായിരുന്നു. അപ്പൊ എനിക്ക് നല്ല ഒപ്പോണന്റ് കിട്ടുമായിരുന്നു. അപ്പൊ നിങ്ങൾ ട്രെയിൻ ചെയ്ത ക്ലബിൽ അത്രയും നല്ല പിള്ളേരുണ്ടെങ്കിൽ അത്ര ആ ഫൈറ്റ് കാറ്റഗറിയിൽ ഇറക്കണമായിരുന്നു. അതെന്തുകൊണ്ട് ചിന്തിക്കുന്നില്ല? നിങ്ങളൊരു അത്ലറ്റ് അല്ല, നിങ്ങൾ എന്തുകൊണ്ട് അങ്ങനെ ചിന്തിക്കുന്നില്ല? ഞാൻ ഓൾറെഡി എനിക്ക് ഒപ്പോണന്റ് ഏതാന്ന് പോലും അറിയില്ല. ഞാൻ ഏതെന്നെ ഒപ്പോണന്റ് വിൻ ചെയ്ത ഇങ്ങനെ ഒരു സെലിബ്രേഷൻ ചെയ്യാം, തോറ്റു കഴിഞ്ഞാൽ അക്സെപ്റ്റ് ചെയ്യാം, ഏതായാലും ഞാൻ വീഡിയോ ഇടും. തോറ്റാലും ചെയ്യും. ഞാൻ ഇപ്പൊ കഴിഞ്ഞ വർഷം ചാമ്പ്യൻഷിപ്പിന് ഇറങ്ങിയിരുന്നു, അന്ന് ഞാൻ തോറ്റിരുന്നു. ഞാൻ തോറ്റു വെച്ചിട്ട് വീഡിയോ ഞാൻ മുടിച്ചിട്ടില്ല. ഫുൾ വീഡിയോ എനിക്ക് ഇടി കൊള്ളണം അതിൽ കൊടുക്കാൻ മൊത്തം ഞാൻ യൂട്യൂബിൽ ഇട്ടിട്ടുണ്ട്. എന്റെ കമന്റ് സെക്ഷനിൽ നോക്കിക്കോ, നിന്നെ ഒരു ഏതെങ്കിലും രീതിയിൽ ഇപ്പൊ ഇത് ചെയ്ത് വീഡിയോ ചെയ്ത് ഒരു എന്താ പറഞ്ഞിട്ടുണ്ടോ നോക്ക്. നിന്റെ അവിടുത്തെ ആ ഒരു പ്രവൃത്തി മാത്രമേ അടുത്ത് കാണിച്ചിട്ടുള്ളൂ. ഞാൻ പറഞ്ഞത് നീ നല്ലൊരു അത്ലറ്റ് ആവും, നീ നല്ലൊരു ഫൈറ്റർ, പക്ഷെ നന്നായിട്ട് ട്രെയിൻ ചെയ്യാനാണ് പറയണത്. ഞാൻ അത് എന്റെ മിസ്റ്റേക്സ് ക്ലിയർ ചെയ്യാൻ തന്നെ ഞാൻ ഇപ്പോഴും ഞാൻ ശ്രമിക്കുന്നത്. പക്ഷെ നിങ്ങൾ ഇന്റർവ്യൂല് പറഞ്ഞാണ് ഞാൻ ഒട്ടും യോജിക്കുന്നില്ല. ഇങ്ങനെ കുറച്ച് പോയിന്റ്സ് പിന്നെ ഞാൻ ഒരു കാര്യം കണ്ടു. നാഷണൽസില് ഒരു കോച്ച് നിങ്ങൾ വേറെ കോച്ചിനെ വിളിച്ചിട്ട് മണവാളൻ നാഷണൽസിൽ കൊണ്ടുപോകുന്നില്ല എന്ന് പറഞ്ഞിട്ട് നിങ്ങള് ഒരു ഡാൻസ് കളിക്കുന്നത് സന്തോഷിക്കുന്നത് കണ്ടു. അല്ല, ഡാൻസ് കളിക്കുന്നത് ഞാനാ പറഞ്ഞത്. ഇല്ല, അറിയില്ല. ഓക്കെ, ജോയ്സ് മാസ്റ്റർ വിളിച്ചു. അപ്പൊ നിങ്ങള് ആള് കൊണ്ടുപോയില്ല എന്ന് പറയുന്നു. നിങ്ങൾ ഒരു ഡാൻസ് കളിക്കുന്നു സന്തോഷിക്കുന്നു. അല്ല, അപ്പൊ നിങ്ങൾക്ക് ഇത്ര സന്തോഷം കിട്ടാൻ എന്താണ്? ബ്രോ ഞാൻ പറയട്ടെ, അതെന്താന്നറിയോ, അത് നീ പോവാതെ നീ നാട്ടിൽ എത്തിയില്ലാന്ന്. ഓക്കെ, ഇനി ഞാൻ വേറെ കാര്യം കേട്ടെ. അവിടുന്ന് സ്പാർട്ടൻസ് ക്ലബിന് ഞാൻ ഒരു കാര്യം കൂടി ഞാൻ ക്ലിയർ ചെയ്ത് തരാം. എനിക്കിപ്പോ സ്പാർട്ടൻസ് ക്ലബിൽ നിന്ന് റെപ്രസെന്റ് ചെയ്തിട്ട് നാഷണൽസ് ഇറങ്ങാൻ പറ്റിയില്ലെങ്കിലും എനിക്ക് ഈ സർട്ടിഫിക്കറ്റ് എനിക്ക് ഇഷ്ടം പോലെ ഇപ്പൊ ഗോവയിൽ കിടക്കുന്ന നാഷണൽസ് എനിക്ക് ഇൻവിറ്റേഷൻ ഓൾറെഡി ഇപ്പൊ വന്നു കഴിഞ്ഞു. ഗോവയിൽ കിടക്കുന്ന നാഷണൽസിലേക്ക് ഇൻവിറ്റേഷൻ വന്നു കഴിഞ്ഞു. അപ്പൊ ഇങ്ങനെ സന്തോഷിച്ചത് വെറുതെ എനിക്ക് ഓൾറെഡി എത്ര അസോസിയേഷൻ ഉണ്ട്, വേറെ എത്ര അസോസിയേഷൻ ഉണ്ട്. അപ്പൊ എനിക്ക് നാഷണൽസിന് കൊണ്ട് പോവാൻ പറ്റില്ല എന്ന് നിങ്ങൾ ഡാൻസ് കളിച്ച് വെറുതെ ഞാനിക്ക് ഇങ്ങോട്ട് പറ്റും. അപ്പൊ നിങ്ങൾ സന്തോഷിച്ച് വെറുതെ എനിക്ക് ഇങ്ങോട്ട് ഒരു വ്യക്തിപരമായിട്ടൊരു ദേഷ്യവും കാര്യങ്ങളില്ല. ഞാൻ തന്നെ. പക്ഷെ നിങ്ങളോട് വ്യക്തിപരമായിട്ടൊരു ദേശീയ വൈരാഗ്യം ഉണ്ടായിട്ടല്ല. നിങ്ങൾ ഇങ്ങനെയൊക്കെ ഒരു ഇന്റർവ്യൂല് ഒരു പ്രശ്നമില്ലാത്ത ആൾക്കാർ പോയിട്ട് ഇന്റർവ്യൂല് ഇരുന്ന് പറയുമ്പോ ലൈവല്ല കോള് റെക്കോർഡറാണ്. ലൈവല്ല കോള് റെക്കോർഡറാണ്. ഞാൻ ഓപ്പൺ ആയി പറയുന്നു, കോൾ റെക്കോർഡറാണ്, ലൈവല്ല.
ലൈവ് അല്ല. ഞാൻ ഇത് ക്ലാരിഫിക്കേഷൻ, നിങ്ങൾ ഒരു ഇന്റർവ്യൂല് എന്നോട് അറ്റ്ലീസ്റ്റ് ചോദിക്കണായിരുന്നു ഇത് ഫേക്ക് ആണോ, അല്ലെങ്കിൽ എന്റെ സർക്കിളിലുള്ളവരോട് കൊണ്ട് ചോദിക്കണായിരുന്നു. ഇപ്പൊ അല്ല, എന്റെ ഫ്രണ്ട് ഫേക്കാന്ന് പറയുന്നു, നാഷണൽസിൽ ഇറങ്ങാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് ഡാൻസ് കളിക്കുന്നു. പിന്നെ ക്ലാരിഫൈ ചെയ്തു, അത് എന്നോട് പറഞ്ഞിരുന്നു. ഞാൻ എന്ത് പറഞ്ഞിരുന്നു, പക്ഷെ എന്റെ ഭാഗം എനിക്ക് എന്റെ ഭാഗം ക്ലാരിഫൈ കിട്ടണ്ടേ. സോറി പറഞ്ഞിട്ടില്ല, അവൻ എന്നേക്കാൾ താഴ്ന്ന് സംസാരിക്കുമ്പോ അവനെ വെറുതെ നമ്മൾ തോണ്ടിയിട്ട് അല്ലെങ്കിൽ അവനെ ചീത്ത പറയുന്ന കാര്യമുണ്ടോ? ഞാനിപ്പോഴേ എനിക്ക് എന്റേതായ കുറച്ച് ക്ലാരിഫിക്കേഷൻ കിട്ടാനാണ് ഞാൻ വിളിച്ചത്. എനിക്ക് എന്റേതായ കുറച്ച് ക്ലാരിഫിക്കേഷൻ, അല്ലാണ്ട് നിങ്ങളുടെ അടുത്ത് വ്യക്തിപരമായ ദേഷ്യം ഉണ്ടായിട്ട് നിങ്ങളുടെ തല്ലുപിടി ഉണ്ടാക്കാനല്ല. എനിക്ക് നിന്നോട് ഒരു വ്യക്തിപരമായിട്ടുള്ള വിഷയമല്ല. പക്ഷെ നിങ്ങളായിരുന്നു പറഞ്ഞത് സന്തോഷ് ഇപ്പൊ നാഷണൽസിന് പോകുമ്പോ സന്തോഷിക്ക് ഡാൻസ് കളിക്കുന്ന വീഡിയോ വരെ വരുന്നുണ്ട്. അപ്പൊ അതൊക്കെ കാണുമ്പോ എന്തോ എന്നെ വ്യക്തിപരമായി ടാർഗറ്റ് ചെയ്യുന്ന പോലെയും എന്നോട് എന്തോ വ്യക്തിപര ദേഷ്യമുള്ള പോലെയാണ് കാണുന്നത്. അല്ല, അത് കാണുമ്പോ എനിക്ക് തോന്നണതാ ഇത് എന്നെ വ്യക്തിപരമായിട്ട് ടാർഗറ്റ് ചെയ്യുന്ന പോലെയും. ഏത് കാരണം നമ്മൾ തമ്മിൽ മുൻ പരിചയം പോലും ഇല്ല. ഞാൻ ഓപ്പണായി പറയും, നിങ്ങൾ അറിയ പോലും ഇല്ല. പക്ഷെ നിങ്ങള് എന്നെ നാഷണൽസിൽ കൊണ്ടുപോകുന്നില്ല എന്ന് പറഞ്ഞിട്ട് ഡാൻസ് കളിക്കുന്ന കാണുമ്പോ എന്നെ ഓൾറെഡി വേറെ രണ്ട് അസോസിയേഷൻ കൊണ്ടുപോകാൻ റെഡി ആയിട്ട് ഇപ്പൊ നിൽക്കുന്നുണ്ട്. അവര് ട്രെയിൻ ചെയ്തിട്ട് കൊണ്ടുപോകാന്ന് പറയുന്നുണ്ട്. നിന്നെ കൊണ്ടുപോകുന്നതിലും നീ പോയി അവിടെ പങ്കെടുക്കുന്നതിലും എനിക്ക് എതിർപ്പില്ല. പക്ഷെ എന്താ വിഷയം എന്ന് വെച്ചാൽ നീ അത്ര സ്കിൽസ് അല്ല എന്നുള്ളത് നീ മനസ്സിലാക്ക്. അങ്ങനെ അതൊക്കെ. അപ്പൊ ഇത്ര ഞാൻ ഒരുപാട് വീഡിയോസ് കണ്ടിരുന്നു. അതില് ഏറ്റവും ഇൻസ്പയർ ആയ ഒരാളാണ് കോച്ച് സുൽഫി എന്ന് പറഞ്ഞ ഒരാൾ ഇട്ടിട്ടുണ്ട്. ഒരുപാട് പേര് ചാലഞ്ച് ചെയ്തിട്ടും ഇതൊക്കെ വീഡിയോ റീച്ച് ഉണ്ടാക്കാൻ ശ്രമിക്കുമ്പോ അക്ഷരം തെറ്റാതെ കോച്ച് എന്ന് വിളിക്കാൻ തോന്നിയത് കോച്ച് സുൽഫി എന്ന് പറഞ്ഞ ഒരാളാണ്. ആളുടെ പേജിൽ തന്നെ പോയി നോക്കിയാൽ കാണാം. മണവാളനെ വേണ്ടത് പ്രോപ്പർ ട്രെയിനിങ് ആണ്, ഫ്രീ ആയിട്ട് തരാൻ ഞാൻ തയ്യാറാണ്. ഇത് ഒരു ബിഗിനേഴ്സ് ട്രെയിനർ ആകുമ്പോൾ ഇങ്ങനെ തന്നെ ഉണ്ടാവുക, പല മിസ്റ്റേക്കുകൾ തിരിച്ചറിഞ്ഞിട്ട് റെഡി ആവുക. പലരും അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. അതാണ് എനിക്ക് തോന്നിയത്. ഞാൻ അവിടെ തന്നെ പോയി കമന്റ് ഇട്ടു, അക്ഷരം തെറ്റാതെ വിളിക്കാം ഇയാളെ കോച്ച് എന്ന്. എന്റെ പേര് ഷഹീൻ ഷാ. ഈ നല്ല സ്കിൽഡ് ആവും, ഈ ട്രെയിൻ ചെയ്യും നന്നായിട്ട്. അങ്ങനെ ഒരു ആശംസിക്കണതും സംഭവം ആശംസിക്കണതും അല്ല സംഭവം. നിങ്ങൾ ഇത്രയും സ്റ്റേറ്റ്മെന്റ്സ് കൊണ്ടുവരുമ്പോ എന്താണ് ഇതിന് പിന്നെ എന്താണ് ഇതിന് എന്ത് കാരണം, നിങ്ങൾ എന്താണ് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ക്ലിയർ ചെയ്യാൻ വേണ്ടിട്ട് കൂടെയാണ് ഞാൻ ഇപ്പൊ വിളിച്ചത്. നിങ്ങള് ഒപ്പോണന്റ് ബ്രോ, ഫസ്റ്റ് ഓഫ് ഓൾ മനസ്സിലാക്കേണ്ടത് ഒപ്പോണന്റ് ഞാൻ കൂടുന്നതല്ല. ഞാൻ കണ്ടതിന് വേണ്ടിട്ടാണ് ഞാൻ ഇറങ്ങിയത്. ശരിക്കുള്ള ഓപ്പണായി പറയാലോ, ഞാൻ അധികം ട്രെയിനഡ് അല്ല, ഞാൻ ഓപ്പണായി അല്ല ഞാൻ തുറന്നു പറയുന്നു. ഞാനൊരു പ്രോ ഫൈറ്റർ അല്ല, ഞാനൊരു എനിക്ക് ഒപ്പോണന്റ് വീക്കായി എന്നുള്ളൊരു ഇതിലാണ് ഞാൻ ഇത്രയും അവരാധകൾ ഇത്രയും അയറിൽ കയറാൻ കാരണം. ഉണ്ട്. ഞാൻ സെലിബ്രേറ്റ് ചെയ്തത് കുറച്ച് കൂടിപ്പോയി, ഞാൻ മനസ്സിലാക്കുന്നു. പക്ഷെ അത് ഈ ഒപ്പോണന്റ് വീക്കായിട്ട് ഇപ്പൊ ഇതുപോലെ സെലിബ്രേഷൻസ് ഒന്നും ആരും നടത്താഞ്ഞിട്ടല്ല. ഇതിനായിട്ട് അപ്പുറം സെലിബ്രേഷൻസ് നടന്ന എത്ര വീഡിയോ ഞാൻ അയച്ചായിരുന്നു. ഇപ്പൊ ഞാൻ എന്റെ റീസെന്റ് ഇൻഷുറൻസ് സേവിങ്സിൽ എടുക്കുന്നുണ്ട്. ഞാനത് നിങ്ങൾ ഇൻ കേസ് ചോദിച്ചാൽ അയച്ചുതരാൻ വേണ്ടി ഞാൻ എടുത്തിട്ടുള്ളത്. ഇല്ല, അത് സ്ട്രോങ് ഓപ്പണന്റ് ആയിരുന്നു. അല്ല, എന്തുകൊണ്ടാ അത് ഇത്തരത്തിൽ നീ പരാമർശങ്ങൾ അല്ലെങ്കിൽ നിന്റെ ഭാഗത്ത് നിന്ന് ഇങ്ങനത്തെ ഒരു ഹൈപ്പ് എനിക്ക് നീ തന്നെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായില്ല, ഷോഫ് നടത്തിയിരുന്നില്ല. അത് ഈ പ്രാവശ്യം നടത്തിയതാണ്. ഞാന് അത് ഷോഫ് നടത്താൻ അന്ന് ഞാൻ ജയിച്ചിരുന്നില്ല. അന്ന് ജയിച്ചിരുന്നെങ്കിൽ ഇതുപോലെ തന്നെ ഇതിനപ്പുറം ചിലപ്പോ ഷോഫ് നടത്തുമായിരുന്നു. ഞാൻ അന്ന് ജയിച്ചില്ല. ഞാൻ ഈ സത്യം പറയട്ടെ, ഞാൻ ഓപ്പണായ ഒരു കാര്യം പറയുന്നതോട് ഞാൻ എന്റെ ഒരു ജയിച്ച സന്തോഷാണ് ഞാനവിടെ കാണിച്ചത്. ഞാൻ ഒരു ഹൈപ്പർ ആക്റ്റീവ് ക്യാരക്ടറാണ് സോഷ്യൽ മീഡിയയിൽ. ഞാനൊരു ഹൈപ്പർ ആക്റ്റീവ്, ഞാൻ ഓപ്പൺ ഇങ്ങോട്ട് പറയാം, ഞങ്ങൾക്ക് മനസ്സിലായിട്ടില്ല മനസ്സിലാവില്ല. ഞാനൊരു ഹൈപ്പർ ആക്റ്റീവ് കണ്ടന്റ് ക്രിയേറ്റർ. എന്റെ ഒരു ടാഗ്, എനിക്കൊരു അവാർഡ് തന്നെ കിട്ടിയിട്ടുണ്ട്. ഹൈപ്പർ ആക്റ്റീവ് കണ്ടന്റ് ക്രിയേറ്റർ എന്നുള്ള ഒരു അവാർഡ് വരെ കിട്ടിയിട്ടുണ്ട് എനിക്ക്. നല്ല കാര്യമാണ്. അതിലൊന്നും എനിക്കൊരു ഒരു മോനോട് ഒരു എതിർപ്പ് കാര്യങ്ങളില്ല. പക്ഷേ ഞാൻ നിങ്ങൾക്ക് എന്തെങ്കിലും വ്യക്തിപരമായ ദേഷ്യം ഉണ്ട്, അതൊന്ന് പറഞ്ഞ് ക്ലിയർ ആക്കാനും കൂടിയാണ്. നിങ്ങൾ ടാർഗറ്റ് ചെയ്യുന്ന പോലെ എനിക്ക് മൾട്ടിപ്പിൾ വീഡിയോസ് ഒക്കെ എല്ലാവരും പലരും ഷെയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മൾട്ടിപ്പിൾ വീഡിയോസ് എന്തൊക്കെ ഷെയർ ചെയ്ത് ഞാൻ എപ്പോഴും പറഞ്ഞ വ്യക്തിപരമായിട്ട് എനിക്ക് നിന്നോട് വേറെ പ്രശ്നങ്ങളില്ല. അവിടെ ഓപ്പോണന്റ് ആയിട്ട് ഫൈറ്റ് ചെയ്ത് അത്രയും വീക്കായിട്ടുള്ള ഒരാളെ പിൻ ചെയ്തിട്ട് അവിടെ പുറത്തിറങ്ങിയിട്ടുള്ള ഷോ ഓഫ് മാത്രം നമുക്ക് ട്രിഗർ ചെയ്തോളൂ. അത് ഞാൻ പറഞ്ഞിട്ടുണ്ട്. നീ നല്ലൊരു ഫൈറ്റർ ആവില്ല എന്ന് എനിക്ക് ഒരുവിധ സംശയമില്ല. പക്ഷെ നല്ല ഫൈറ്റർ ആവും നീ നന്നായിട്ട് ട്രെയിൻ ചെയ്താ. അല്ല, എനിക്ക് നാഷണൽസ് ഇപ്പൊ ഒരു കോച്ച് കൊണ്ടുപോയില്ല എന്ന് പറഞ്ഞിട്ട് കൊണ്ടാതിരിക്കാൻ പറ്റില്ല. കാരണം എനിക്ക് പോകണമെന്ന് ഞാൻ വിചാരിച്ചാൽ ഒരാളെ സ്പോൺസർഷിപ്പ് ഇല്ലാണ്ട് ഞാൻ എന്റെ ഓണായിട്ട് പോകാൻ പറ്റും.
നീ അതപ്പോഴും തെറ്റിദ്ധരിച്ചേ. അല്ല, നിങ്ങൾ ഡാൻസ് കളിക്കാൻ കണ്ടപ്പോഴാണ് നിങ്ങൾ ഒരു സന്തോഷിക്കുന്ന പോലെ ഫീൽ ചെയ്തു. ഞാൻ ഓപ്പണായി പറയാണ്, ഞാൻ തുറന്നു പറയാണ്. ഞാൻ സ്കിൽ ലെവൽ എന്തോരം ഉണ്ടെന്നുള്ളത് ഇപ്പോഴും എനിക്ക് സംശയമാണ്. അല്ല, സംഭവം ഇപ്പൊ എനിക്ക് ഇൻവിറ്റേഷൻ ഗോവയിൽ വന്നിട്ടുള്ളത് ജനുവരി ലാസ്റ്റിലാണ്. എനിക്ക് ഇനി സമയമുണ്ട്, 2 മാസം കാലുണ്ട്. ഓക്കെ. അത് ഇത് ന്യായം, ഈ പറയണത് ന്യായം. ഏത് ഇങ്ങനെ ആശംസിക്കാം ഒരാളെ നമുക്ക് എന്ത് ചെയ്ത് ഇങ്ങനെ ചെയ്യുന്ന പറഞ്ഞാൽ ആശംസിക്കാം. ഇക്ക് ആ കോച്ച് സുൽഫിയുടെ മാത്രമാണ് ഒരു നല്ല ട്രെയിനർ എന്നുള്ള നിലക്ക് ആ ഒരു സോഷ്യൽ പലരും റീച്ച് ഉണ്ടാക്കാൻ പല ട്രെയിനേഴ്സ് വരെ പല രീതിക്ക് ശ്രമിക്കുമ്പോ ഒരു നല്ല ഒരു കോച്ച് എന്ന നിലക്ക് പെർഫെക്റ്റ് ആയിട്ട് റിയാക്ട് ചെയ്തത് ആളാണ് ഈ കോച്ച് സെൽഫിക്ക്. ആളെ അധികം അറിയില്ലായിരുന്നു, പക്ഷെ ഇതിന് ശേഷമാണ് പലരും ആ വീഡിയോ ഷെയർ ചെയ്ത് തന്നിരുന്നു. അപ്പോൾ ഞാനൊരു കമന്റ് ഇട്ടിരുന്നു, ഇതാണ് അക്ഷരം നെറ്റാ വിളിക്കാം കോച്ച്. ഡീറ്റെയിൽ ഒരു എക്സ്പ്രഷൻ ഒരു ചെറിയൊരു എസ് ഇട്ടിട്ടുണ്ടായിരുന്നു ഞാൻ. ഓക്കെ, അപ്പൊ ഞാൻ ഇതൊന്ന് നിങ്ങൾക്ക് പേഴ്സണലായിട്ട് ഇഷ്യൂ ഒന്നും ഇല്ലല്ലോ, ഇതൊക്കെ ഒന്ന് വ്യക്തമായി ക്ലിയർ ചെയ്യാൻ വേണ്ടി വിളിച്ചതാ. എനിക്ക് ഞാൻ ഓപ്പണായി പറയുന്നത് ടാർഗറ്റ് ഇതുപോലെ തോന്നി ഫീൽ ചെയ്ത്, അതുകൊണ്ടാണ് ഇപ്പൊ വിളിക്കാണ്ടായ കാരണം. ഒരു കാര്യം ഞാൻ ഒന്നുകൂടി പറഞ്ഞോട്ടെ, ഞാൻ ട്രിഗർ ആവാൻ ഒരു കാരണം, അതായത് മോൻ അവിടെ ഫൈറ്റ് ചെയ്ത ആ റിങ്ങിന്റെ ഉള്ളില് മോനെ ഓപ്പോണന്റ് ആയിട്ട് കിട്ടിയ ആള് വളരെ വീക്ക് ആയിരുന്നു. വേറൊരു കാര്യം ഒരു കാര്യം ഞാൻ പറയട്ടെ, ഇതിന്റെ മറുപടി നീ അവിടെ ഓപ്പോണന്റ് ആയിട്ട് വീക്ക് ആയിട്ടുള്ള ഒരാളെ നീ ഫൈറ്റ് ചെയ്ത് അത് ജയിച്ച്, അതപ്പോ പുറത്ത് അതിന്റെ ഉള്ളിലും നീ ഡാൻസ് കളിച്ച്, അത് ഓക്കെ നിന്റെ കണ്ടന്റിന് വേണ്ടിയിട്ടാണ്. പുറത്തിറങ്ങിയിട്ടും അതുപോലെ തന്നെ ഡയലോഗ് അടിച്ച് അത് പുറത്ത് എവിടെ ഇതിന്റെ ക്ലബിനൊക്കെ പുറത്ത് പോയിട്ട് എവിടെ എന്താ നീ ചെയ്ത് അത് ചെയ്തെന്ന് പറയുമ്പോ നാഷണലും ഇന്റർനാഷണൽ ലെവലിലേക്ക് നിന്റെ മൈൻഡ് പോയി. അത് ശരിക്കും കണ്ടന്റ് ആവാം, സ്കിൽ വൈസ് അതിനുള്ള കപ്പാസിറ്റി ആയിട്ടില്ല. നീ ആവും, നീ പ്രാക്ടീസ് ചെയ്താൽ നീ ആവും. ഒരു കാര്യം നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ല, എവിടെ ഞാൻ എന്റെ ലിപ്പ് ക്ലിപ്സ് ഇരിക്കുന്നുണ്ട്, പിന്നെ നീലക്കുയിലൊക്കെ വന്നതാണ്, ആ മീഡിയാസിലൊക്കെ വന്നതാണ്. ഇപ്പോ ഈ ഒപ്പോണന്റ് ഇത്ര വീക്കാണ്, 3 മാസം ട്രെയിൻ ഉള്ളൂ എന്ന് പറയണത്. പക്ഷെ ഈ ഒപ്പോണന്റ് ഭാഗത്ത് ഭയങ്കര ഒരു പുച്ചാണ് ഉണ്ടായിരുന്നത്. ഏത് ഫേസ് ഓഫിന്റെ സമയത്ത് ഞാൻ റിങ്ങിലേക്ക് കയറുന്ന സമയത്തൊക്കെ ഒരു പുച്ചായിരുന്നു. എന്റെ തോട്ടില് ആളെ കയ്യിൽ എന്തോ ഉണ്ട് എന്നുള്ളൊരു മൈൻഡായിരുന്നു എന്റെ മൈൻഡില്. ആള് ഇത്രയും പുച്ച സില്ലി ആയിട്ടാണ് ഇവനൊക്കെ ഞാൻ ഇപ്പൊ അടിച്ചിട്ടെന്നുള്ളൊരു മൈൻഡ് ആയിരുന്നു. ആ വീഡിയോസ് ഒക്കെ ചെക്ക് ചെയ്താൽ മനസ്സിലാവും, ഇനി വേണമെങ്കിൽ ഞാൻ വീഡിയോ അയച്ചുതരാം. അത്രയും പുച്ചായിരുന്നു. അപ്പൊ ഇത്രയും എന്നെ ഞാൻ ഓൾറെഡി ഞാൻ അത്രയും ഫൈറ്റിന് ഇറങ്ങിയ എക്സ്പീരിയൻസ് ഉള്ള ഒരാളല്ല. ഇതൊക്കെ കാണുമ്പോ എനിക്ക് മനസ്സിലായി ശരിക്കും പേടിണ്ടായിരുന്നു, എന്തായിരിക്കും ആള് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, ആളെ ഗെയിം പ്ലാൻ എന്തായിരിക്കും എന്നൊക്കെ ഒരു പേടിണ്ടായിരുന്നു. എന്നിട്ട് ഞാൻ ഇത്ര ഈസി ആയിട്ട് ജയിച്ചു പറഞ്ഞപ്പോ എനിക്ക് അത്രയും ഓവറായിട്ട് സന്തോഷം തോന്നി. ഇതിനാണോ ഈ സംഭവങ്ങളൊന്നും പുറമൊക്കെ ആർക്കും മനസ്സിലാവില്ല, പറഞ്ഞു കൊടുത്താൽ മനസ്സിലാവില്ല സംഭവം. എന്ത് ചെയ്ത് എല്ലാരും ഇപ്പൊ മേലൊരാളെ വലിച്ചിടാനും അവളുടെ നെഗറ്റീവ് വശങ്ങൾ മാത്രം ആദ്യം ഇവര് ചിന്തിക്കുള്ളൂ, കാണുള്ളൂ. ഓഡിയൻസ് ഒക്കെ അങ്ങനെ തന്നെ ചിന്തിക്കുള്ളൂ. അങ്ങനെ അപ്പൊ എന്നാ ശരി, ഞാൻ ഇതൊന്നും എന്ത് ചെയ്ത് ഒരു ക്ലാരിറ്റി എടുത്താൻ വിളിച്ചതാ. ഇല്ല, എനിക്ക് വേറെ വിഷയമൊന്നുമില്ല. മോൻ അവിടെ കിടന്ന് കാണിച്ച ഷോപ്പിന് എനിക്ക് ട്രിഗർ ആയത്, അത് മാത്രം ഞാൻ കമന്റ് ചെയ്തിട്ടുള്ളൂ. നീ നല്ലൊരു ഫൈറ്റർ ആവില്ലാന്ന് ഒരിക്കലും നമ്മൾ പ്രഡിക്ട് ചെയ്തിട്ടില്ല, പറഞ്ഞിട്ടില്ല, പറയില്ല. നീ നന്നായിട്ട് ട്രെയിൻ ചെയ്യാ, അത്രേ ഉള്ളൂ. നീ നിന്റെ സ്കിൽ എന്തോരം ഉണ്ടെന്ന് നീ ആദ്യം വിലയിരുത്താം, ഫൈറ്റുകൾ നിന്റെ കാണാം. ഇത് നിന്റെ നമ്പറാണോ? ഇതെന്റെ നമ്പറല്ല, ഇതെന്റെ മാനേജർ നമ്പറാണ്. ഓൺ നമ്പർ ഏതാ? എന്റെ നമ്പർ ഉണ്ട്, ഞാൻ ഹായ് അയക്കാം. ഓക്കെ ശരി. ഇപ്പൊ ഗൈസ് അങ്ങനെ കോൾ എന്ത് ചെയ്ത് നമ്മൾ കഴിഞ്ഞിരിക്കുകയാണ്. അപ്പൊ ആൾക്ക് എന്ത് ചെയ്ത് ആളൊരു ഇപ്പൊ എന്റെ ഒരു ഫ്രണ്ടിനെ കുറിച്ച് ഫേക്ക് ഫ്രണ്ടാന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്ത് ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞിരുന്നു. അത് ഇന്നലെ തന്നെ എന്റെ ഫ്രണ്ട് തന്നെ, നിങ്ങൾ എന്താ അർത്ഥത്തിലാണ് നിങ്ങൾ ഇങ്ങനെ ചോദിക്കുന്നത്, എനിക്ക് വിഷമമായി, ഇങ്ങനെ എന്നെ കുറിച്ച് ഇങ്ങനെ എന്താ അറിഞ്ഞിട്ടാണ് എന്നെ കുറിച്ച് നിങ്ങൾക്ക് അറിയോ എന്നൊക്കെ ചോദിച്ചപ്പോൾ ആളെന്നെ മോനെ പൊരുത്തപ്പെടുക അറിയാണ്ട് പറഞ്ഞു പോയതാണ് എന്ന് പറഞ്ഞിരുന്നു. പിന്നെ ഇപ്പൊ കുറച്ച് കാര്യങ്ങളൊക്കെ അറിയേണ്ടതുണ്ടായിരുന്നു. ആള് കുറച്ച് ഡാൻസ് കളിച്ചു, അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ എന്ത് ചെയ്ത് ആളൊരു ഇന്റർവ്യൂല് കണ്ടിരുന്നു. അപ്പൊ അതുകൊണ്ടാണ് എന്ത് ചെയ്ത് ഞാൻ ഇവർ വിളിക്കാനുണ്ടായ സിറ്റുവേഷനെ. അപ്പൊ അത്യാവശ്യം കാര്യങ്ങള് ആൾക്കും ക്ലിയർ ആയി, എനിക്കും ക്ലിയർ ആയി. ഓക്കെ, ബൈ.